കാത്തിരിപ്പിനൊടുവിൽ രാജമൗലി മഹേഷ് ബാബു സിനിമയുടെ ഒഫീഷ്യൽ നെയിം ഔട്ട് ചെയ്തിരിക്കുകയാണ്. വാരാണസി, അങ്ങനെയാണ് സിനിമയുടെ പേര്. ഇത് ആക്ച്വലി ഒരുപാട് പേര് റൂമറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാരാണസി എന്നായിരിക്കും സിനിമയുടെ പേരുന്നത്. ഒഫീഷ്യലി വന്നപ്പോൾ അത് തന്നെയാണ്. അതിന്റെ ഒരു ഗ്ലിംസ് അവർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അവൈലബിൾ ആകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ അത് അവിടെ ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്ന സ്ഥലത്ത് അത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ ഒരു സ്കെയിൽ എന്താണെന്ന് ആ ഒരു 2 മിനിറ്റ് ഉള്ള ഒരു ഗ്ലിംസിനകത്ത് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ചോദിക്കുക, നമ്മൾ ഇടയ്ക്ക് പറയുമല്ലോ രാജമൗലി എണ്ണ എന്നടാ പണ്ണപ്പോരെ, അതുപോലൊരു സ്കെയിലാണ് അത്. അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതിനെപ്പറ്റിയുള്ള ഈ സിനിമയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വിടാതെ ഒരു അനൗൺസ്മെന്റ് വീഡിയോയിലൂടെ ഇതാണ് പടം, ഞങ്ങൾ ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നങ്ങ് പറയാ എന്നാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അതിന്റെ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഏകദേശം 1 വർഷം എടുത്തു എന്നാണ് അതിന്റെ ടെക്നിക്കൽ ടീമുകളൊക്കെ പറഞ്ഞത്. 1 വർഷം. കാര്യം വെച്ചാൽ അതിന്റെ ഓരോ ഫ്രെയിം റെൻഡർ ചെയ്യാൻ വരെ 1 ദിവസം 1.5 ദിവസമൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയി അവസാനം November 15 അത് അനൗൺസ് ആകുന്നതും ആ ഒരു വീഡിയോ ഔട്ട് ചെയ്യുന്നത്. അത് ഓൺലൈനിൽ അവൈലബിൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. അതൊരു ഇന്ത്യയിൽ അങ്ങനെ ഇന്ത്യൻ സിനിമകൾ വന്നിട്ടില്ലാത്തൊരു പുതിയ റേഷ്യോയിലാണ് ആ ഒരു സിനിമ വരാൻ പോകുന്നത്. ഒരു ഐമാക്സിന്റെ തന്നെ മാക്സിമം ഒരു ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും അത് വരുന്നത്. അത് ഓൺലൈൻ അവൈലബിൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് നിങ്ങൾ അവൈലബിൾ ആവുകയാണെങ്കിൽ തീർച്ചയായും കാണണം. അത് നമുക്കൊരു രാജമൗലി സിനിമ കാത്തിരിക്കാൻ നമുക്ക് ഇതുപോലെ ഇത്രയും വലിയ അനൗൺസ്മെന്റിന്റെ ആവശ്യമില്ല. എന്നാൽ പോലും അത്ര ഒരു എക്സൈറ്റ്മെന്റ് കൂട്ടുന്ന ഒരു ഇതാണ്. ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ആ ഒരു ഓൺലൈനിൽ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ അത് അവൈലബിൾ ആയിരുന്നു. അതിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ അത് നമ്മുടെ യൂട്യൂബിൽ ഞാൻ നോക്കി കുറെ ഇത് വരുന്നുള്ളത്. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി അവർ ആ പോസ്റ്റർ മാത്രമേ ഔട്ട് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു മഹേഷ് ബാബുവിനെ അല്ല ഇവിടെ കാണുന്നത്. പക്ഷെ രാജമൗലി എന്ന് പറയുന്ന ഡയറക്ടറിന്റെ അണ്ടറിൽ അദ്ദേഹം വരുമ്പോൾ ഏത് രീതിയിൽ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. ബട്ട് കിടിലൻ ഒരു ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. ഒരു നന്ദി, രുദ്ര എന്നാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പേര്. രാജമൗലിയുടെ സിനിമയിലെല്ലാം ഒരു എന്താ പറയുക, ഒരു റിലീജിയസ് എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ടായിരിക്കും. ഇതിപ്പം നമ്മുടെ ബാഹുബലി എടുത്താലും ഈ പറയുന്ന RRR എടുത്താലും അദ്ദേഹം ഒരു ചെറിയൊരു എലമെന്റ് അതിനകത്ത് കൊണ്ടുവരും. അതൊരു കറക്റ്റായിട്ട് ഒരു ഓവർ ആക്കാതെ അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. ഈ ഒരു ഇതിനകത്തും നന്ദിയുടെ ഒരു കൺസെപ്റ്റിലാണ് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഈ പറയുന്ന ഗ്ലിംസിനകത്ത് മഹേഷ് ബാബു ഒഴിച്ച് ബാക്കി എൻ്റെ കാര്യം ഒരു 3D ചെയ്തു വെച്ചിരിക്കുന്നത്. അതാണ് ഇത്രയും ടൈം എടുത്തെന്നൊക്കെയാണ് പറയുന്നത്. അവിടെ അത് ലൈവിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പോലും ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ ആ ഒരു LED സ്ക്രീനിൽ പറ്റുന്നുണ്ടായിരുന്നില്ല. രാജമൗലി ഒരു ഭയങ്കര ഇമോഷണലായിട്ടൊക്കെ അദ്ദേഹം ഒരു ഏത്തിസ്റ്റ് എന്ന് പറയില്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ദൈവത്തിൽ വിശ്വാസമുള്ള ഒരാളെന്നല്ല അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം ദൈവത്തിൽ ഹനുമാൻ സ്വാമിയുടെ ഭയങ്കര ഭക്തനാണ്. അദ്ദേഹത്തിന്റെ ചേട്ടൻ കീരവാണി എന്ന് പറയുന്നത്. സോ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എപ്പോഴും കൂടെ ഉണ്ടാകുന്ന അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര ഇമോഷണലായിട്ടൊരു സ്പീച്ചൊക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമുക്ക് കാത്തിരിക്കാനുള്ള ഒരു കിടിലൻ സാധനമാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. 2027 സമ്മറിലാണ് അത് വരാൻ പോകുന്നത്. ബോക്സ് ഓഫീസൊക്കെ ഏത് അവസ്ഥയിലാവുമെന്ന് കണ്ടറിയണം. നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ലുക്ക്, നിങ്ങൾ ആ ഗ്ലിംസ് കാണുക. അത് ഓൺലൈൻ അവൈലബിൾ ആകുകയാണെങ്കിൽ അത് കാണുക. അപ്പോൾ മനസ്സിലാവും ഒരു സിനിമയുടെ റേഞ്ച് എന്താണെന്നുള്ളത്. രാജമൗലി സാർ, നിങ്ങൾ വീണ്ടും ഇന്ത്യൻ സിനിമയെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകണം. ദാറ്റ്സ് ഓഫ്. ആൻഡ് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ലുക്കിന്റെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ പറയാം.